റെക്കോർഡുകൾ പഴങ്കഥയാവുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇതാ സർവകാല റെക്കോർഡിലെത്തിയിരിക്കുന്നു. അടങ്കന്റെ പൊന്നെ. കേരളത്തിൽ സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയരത്തിലേക്ക് കുതിച്ചൊരു ദിവസം കൂടിയാണ് ഇന്ന്. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് വില 10,945 രൂപയായി. 640 രൂപ മുന്നേറി പവന് 87,560 രൂപയിലെത്തി. അങ്ങനെ ഈ മാസം 1-ന് രേഖപ്പെടുത്തിയ ഗ്രാമിന് 10,930 രൂപയും പവൻ 87,440 രൂപയും എന്ന റെക്കോർഡ് മറികടന്നിരിക്കുന്നു. ഇന്നലെ രാവിലെ ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയും കുറഞ്ഞിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് വീണ്ടും കൂടിയിരുന്നു. ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് ഉച്ചയ്ക്ക് ഉയർന്നത്. സഹിൻ ആന്റണി ഈ വാർത്തയുടെ വിവരങ്ങളുമായി എനിക്കൊപ്പം ഉണ്ട്. സഹിൻ, ഇപ്പോൾ US അടിസ്ഥാന പലിശ നിരക്ക് കുറയാനുള്ള സാധ്യതകൾ സ്വർണ്ണവിലയുടെ മുന്നേറ്റത്തിന് വഴിവെച്ചു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ എന്താണെങ്കിലും ഈ പൊന്നും വില ഇങ്ങനെ തുടർന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇനി വെള്ളി വാങ്ങാമെന്ന് വെച്ചാൽ വെള്ളിയുടെ വിലയും മുകളിലേക്ക് തന്നെയാണല്ലേ? സേതു, അത് തന്നെയാണ്. അതായത് എൻ്റെ പൊന്നെ എന്ന് നമ്മൾ നീട്ടി വിളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും പവന കാര്യമായി തന്നെ വില കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുള്ളത് തനിഷ്ക് എന്ന് പറയുന്ന ജ്വല്ലറിയുടെ ഒരു ഔട്ട്ലെറ്റിലാണ്. അവരുടെ ആളുകളോടൊക്കെ തന്നെ കാര്യങ്ങൾ ചോദിക്കുക. ഇവിടുത്തെ മാനേജറാണോ? എങ്ങനെയുണ്ട് ഇവിടെ വിൽപ്പന? എങ്ങനെയുണ്ട് വില? എങ്ങനെ വരുന്നു? നമുക്കിത് തനിഷ്കിൻ്റെ ഡെയിലി വെയർ മാത്രം വരുന്ന കളക്ഷനാണ്. അപ്പോൾ നമുക്ക് 22 ക്യാരറ്റിന് ഇന്നത്തെ റേറ്റ് 11,390 പവൻ വരുമ്പോഴത്തേക്കും മേക്കിംഗ് ചാർജ് അടക്കം 1 lakh കഴിയും. പക്ഷേ നമുക്ക് ഡെയിലി വെയർ കളക്ഷൻ ആയതുകൊണ്ട് 18 ക്യാരറ്റും 14 ക്യാരറ്റും ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. വിത്ത് ഡയമണ്ട്സ് ഓർണമെൻറ്റ്സ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ 22 ക്യാരറ്റ് സാധാരണ ഗോൾഡ് വാങ്ങുന്ന അത്രയും എമൗണ്ട് നമുക്കിവിടെ ആവുന്നില്ല. നമുക്ക് ഡെയിലി വെയർ ആയതുകൊണ്ട് നമുക്ക് ഈ വർക്കിംഗ് വുമൻസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ബിസിനസ് ഉണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇന്നത്തെ റേറ്റ് എങ്ങനെയാണ് എന്ന് പറയാം? ഇന്ന് ഗ്രാം റേറ്റ് വരുന്നത് 11,390, 11,390 ആണ്. അതെ അതെ. ഒരു പവനാകുമ്പോഴത്തേക്കും 91 പ്ലസ് വരും. പിന്നെ പ്ലസ് മേക്കിംഗ് ചാർജ് അടക്കം 1 lakh സംതിങ് വരും. ഈ മേക്കിംഗ് ചാർജും കൂടി കണക്കാക്കി കഴിയുമ്പോൾ 1 ലക്ഷം രൂപ അടുത്ത് വരുമെന്നാണ് ഈ ജ്വല്ലറിയിലെ ആളുകളെല്ലാം പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു പവൻ സ്വർണ്ണ ആഭരണമായിട്ട് വാങ്ങണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ കയ്യിൽ കരുതണം. തീർച്ചയായിട്ടും 1 ലക്ഷം രൂപ കൂടുതൽ കരുതേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഒരു ആഭരണമൊക്കെ ആയിട്ട് വാങ്ങണമെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതൽ വരും അല്ലേ? വരും. അതായത് അതാ ഞാൻ പറഞ്ഞത്, 22 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും കൺസെപ്റ്റ് 22 ക്യാരറ്റ് ആണ്. അത് വാങ്ങാൻ പോകുമ്പോൾ ഒരു പവന് എങ്ങനെ വന്നാലും 1 lakh എബവ് വരും. പക്ഷെ നമുക്ക് ഇവിടെ വരുന്നത് ഡെയിലി വെയർ കളക്ഷൻ മാത്രമാണ്. അതായത് 18-ഉം 14-ഉം ക്യാരറ്റാണ് നമുക്കുള്ളത്. അപ്പോൾ അത്രയും എമൗണ്ടിലേക്ക് ആളുകളുണ്ടോ? നമുക്ക് ബിസിനസ് ഉണ്ട്. കാരണം ഡെയിലി വെയർ കളക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും 22 ക്യാരറ്റ് ഇടുന്നതിനേക്കാളും കൂടുതൽ ചെറിയൊരു നെക്ക് വെയർ ആണെങ്കിലും ബാങ്കിളാണെങ്കിലും ഇയറിംഗ് ആണെങ്കിലും ചെറിയൊരു ഐറ്റം ഇടത്തുള്ളൂ. അപ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 22 ക്യാരറ്റിൻ്റെ അത്ര റേറ്റ് പോകുന്നില്ല. പിന്നെ സ്റ്റോൺ റേറ്റും അതൊക്കെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും ബിസിനസ് നടക്കുന്നുണ്ട്, വലിയ പ്രശ്നമില്ല. എന്തായാലും പല തരത്തിൽ പൊന്നുള്ളത് കൊണ്ട് 14 ക്യാരറ്റും 22 ക്യാരറ്റും 18 ക്യാരറ്റും എല്ലാം ഉള്ളതുകൊണ്ട് ആളുകൾക്ക് തൽക്കാലം ആശ്വസിക്കാവുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടി 22 ക്യാരറ്റ് വാങ്ങാൻ വരണമെങ്കിൽ 1 ലക്ഷത്തിലധികം രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. സേതു, ഓക്കെ സഹിൻ, ശരി. അപ്പോൾ സ്വർണ്ണവില റോക്കറ്റ് പോലെ ഉയർന്നു പൊക്കോണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സഹിൻ പറഞ്ഞ അനുസരിച്ച് ഇപ്പം സ്വർണ്ണക്കടയിലുള്ള ആളുകൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വില അനുസരിച്ച് ഒരു സ്വർണ്ണ ആഭരണമായിട്ട് പണിക്കൂലി അടക്കം കൂട്ടി ഒരു സ്വർണ്ണ ആഭരണമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ.